അഴകൻ എന്ന തമിഴ് സിനിമയിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ താരമാണ് മധുബാല. പിന്നീട് മണിരത്നത്തിന്റെ റോജയിലൂടെ തെന്നിന്ത്യയിൽ തന്നെ തിരക്കുള്ള നടിയായി മധു മാറി. ഇപ്പോൾ സിനിമയിൽ സജീവമായി തുടങ്ങിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ മക്കളോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് മധുബാല. പെൺമക്കളാണ് ഏറ്റവും വലിയ സമ്മാനം. അവർ നിങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ ആ സമ്മാനം എത്രത്തോളം ഡീപ്പായ ബന്ധമെന്ന് വ്യക്തം. അവർക്ക് നിങ്ങൾ അവരെ പോറ്റുന്ന അമ്മയാണ്. നിങ്ങൾക്കറിയാവുന്നതെല്ലാം അവരെ പഠിപ്പിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ പതുക്കെ അവരോടൊപ്പം സ്വയം തിരിച്ചറിയുന്നു നിങ്ങളെ തന്നെ. പിന്നീട് പെട്ടെന്ന് അവർ വളർന്നു നിങ്ങളുടെ അമ്മയായി മാറുന്നു എന്ന സത്യം എത്ര പേർക്കറിയാം? ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ സ്കാൻ ചെയ്യാൻ നിർബന്ധിച്ചു. അത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാനത് അങ്ങനെ വിട്ടു. പക്ഷേ എൻ്റെ മോൾ പറയുന്നു, അമ്മേ, ജീവിതത്തിൽ ഗൗരവവും ഉത്തരവാദിത്വവും ഉള്ളവളാവുക, അമ്മയെ കുറച്ചുകൂടി മച്ചുവറാകൂ എന്ന്. അവൾ എന്നേക്കാൾ പ്രായപൂർത്തി ആയവളാണെന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കി. അവൾ പറഞ്ഞത് ശരിയാണ്. എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യേണ്ടതുണ്ട്. ശരിക്കും അവരുടെ സ്നേഹത്തിനും കരുതലിനും മുൻപിൽ ഞാൻ നന്ദിയുള്ളവളാണ്. ഒരു അമ്മയാകുന്നതിന്റെ ഓരോ നിമിഷവും വിലമതിക്കുന്നതാണ്. പെൺകുഞ്ഞുങ്ങളുടെ എല്ലാ അമ്മമാർക്കും ഇതൊരു സന്തോഷമാണ്, മധുബാല കുറിച്ചു. ആനന്ദ് ഷായാണ് മധുവിന്റെ ഭർത്താവ്. പ്രണയവിവാഹം ആയിരുന്നു ഇരുവർക്കും. ഒരു പരസ്യം ചെയ്യുന്നതിനിടയിൽ കണ്ടുമുട്ടി പ്രണയത്തിലായതാണ്. അമേയ കിയ എന്നിങ്ങനെയാണ് മക്കളുടെ പേരുകൾ. മലയാളത്തിൽ യോധ എന്ന് മോഹൻലാൽ ജഗതി സിനിമയിലെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയതാണ്. അതിനു പുറമെ ഒറ്റയാൾ പട്ടാളം, എന്നോടിഷ്ടം കൂടാമോ, നീലഗിരി, സംസാരം തുടങ്ങി മലയാളത്തിൽ ഒട്ടേറെ സിനിമകളിൽ മധുബാല അഭിനയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇന്ദ്രൻസിനൊപ്പമാണ് മധുബാലയുടെ രണ്ടാം വരവ്. വാരണാസിയിൽ വെച്ചാണ് സിനിമ ചിത്രീകരിക്കുന്നത്. ചിത്രത്തിന്റെ പൂജാ ചടങ്ങിലെ ചിത്രങ്ങൾ മധുബാല അടുത്തിടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.